ഹലോ ഫ്രണ്ട്സ്, ഗുഡ്വിൽ പാചകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കായൽ മത്സ്യങ്ങൾ വെച്ച് ഒരു കായൽക്കൂട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. പുറത്ത് നല്ല മഴയൊക്കെ ഉണ്ട്, ഷൂട്ട് നടക്കുമോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല. എന്നാലും നമുക്ക് തണ്ണീർമുക്കം വരെ ഒന്ന് പോയിട്ട് വരാം. അവിടെ നല്ല ഫ്രഷ് കായൽ മീനുകളൊക്കെ കിട്ടും. നമ്മളിവിടെ ശരത്തുണ്ട്, ബെഞ്ചമിനുണ്ട്. എന്നാൽ നമുക്ക് പോയിട്ട് വന്നാലോ? മഴ പെയ്യോടാ? മഴ പെയ്യുമോ? വാ, എന്നാണേലും ഇന്ന് നല്ല കപ്പയും കായൽക്കൂട്ടൂടെ ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ. ബാക്കി കാര്യം കായൽക്കൂട്ട് റെഡിയാക്കാനായിട്ട് നമ്മൾ കായലിൽ നിന്ന് ഫ്രഷ് നല്ല തണ്ണീർമുക്കത്ത് പോയി നല്ല ഫ്രഷ് മീൻ, അത് പൊടിമീനുകളാണ് ഇതിൻ്റെ അകത്ത് കൂടുതലായിട്ടുള്ളത്. പിന്നെ ചെറിയ കൊഞ്ചുണ്ട്, പള്ളത്തിയുണ്ട്, പിന്നെ ക്രാബുണ്ട്, പിന്നെ ഇതിൻ്റെ പേരെന്നായിരുന്നു, അങ്ങനെ കുറേ കായലിലെ ഫ്രഷ് മീൻ കുറേ ഉണ്ട്. ഇത് കണ്ടില്ലേ, നല്ല അടിപൊളി സാധനങ്ങൾ, അടിപൊളി മീനുണ്ട്, അടിപൊളി മീൻ. ഇതിൻ്റെ പേരെന്നാന്ന് എനിക്കറിയത്തില്ല. അറിയാവുന്നവരൊന്ന് പറഞ്ഞു തരികയാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും. നമ്മുടെ ഇടുക്കി സൈഡിലൊന്നും ഈ മീനില്ല, അതുകൊണ്ട് അറിയത്തില്ല. ഇത് നമ്മൾ തണ്ണീർമുക്കത്ത് നിന്ന് മേടിച്ചാണ്. ഇത് കൊഞ്ചാണ്. ഈ മീനെല്ലാം കൂട്ടി നമ്മൾ അടിപൊളി ഒരു കായൽക്കൂട്ട് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് ആദ്യമായിട്ട് ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. നമുക്ക് ഉലുവായിട്ട് കൊടുക്കുക. ഒരു പിഞ്ച് ഉലുവയാണ് നമ്മൾ ഇട്ടേക്കുന്നത്. ഉലുവ ഒന്ന് ബ്രൗൺ കളർ ആകുമ്പോഴത്തേനും വെളുത്തുള്ളി, ഒരു വെളുത്തുള്ളി ഫുള്ളായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇഞ്ചി അതുപോലെ 100 ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട്. കറിവേപ്പില 4 എണ്ണം നടുവേ പൊളന്ന് വെച്ചേക്കുന്നത്. നമ്മൾ ഇച്ചിരി എരിവൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നമ്മൾ 4 പച്ചമുളക് ഇട്ടേക്കുന്നത്. ചെറിയുള്ളി ഇട്ട് കൊടുക്കുക. നമ്മൾ 250 ഗ്രാം ചെറിയുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ചെറിയുള്ളി ഇട്ട് കൊടുക്കുക. ഒരു സ്വല്പം 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഉള്ളിയൊക്കെ നല്ലതായിട്ട് വാടി വരുമ്പോഴത്തേന് കായൽക്കൂട്ടിനുള്ള മസാല നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. നമ്മൾ ആ ഒരു പാത്രത്തിൽ ഇട്ട് പേസ്റ്റാക്കി എടുത്തിട്ടാണ് നമ്മൾ മസാല ഇടുന്നത്. അതിനായിട്ട് മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി നമ്മളൊരു 6 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത്. അത്രയ്ക്ക് മീനുണ്ട്, 1.5 കിലോ അടുപ്പിച്ച് മീനുണ്ട്. അതുകൊണ്ട് 6 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. മുളക് പൊടി ഒരു 2 ടീസ്പൂണ്. പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവായും കായവും കൂടെ ഉള്ള മിക്സ് അതൊരു ഇടുന്നു. ഇതൊരു നല്ല പേസ്റ്റാക്കി എടുക്കണം. നമ്മൾ ഈ പേസ്റ്റാക്കി ഇടുന്നതിൻ്റെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ചട്ടിയിലോട്ട് ഇടുമ്പം മസാല എങ്ങനെ കരിഞ്ഞു പോകില്ല, എല്ലാം ഒരേപോലെ മസാല ഒരേ ലെവലിലായി വരും. അല്ലാതെ നമ്മൾ നേരിട്ട് മസാല ഇട്ട് മൂപ്പിക്കുമ്പോൾ ചിലപ്പം കയ്പ്പ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പേസ്റ്റാക്കി ഇടുന്നത്. അന്നേരം കറക്റ്റ് അതിൻ്റെ ടേസ്റ്റ് തന്നെ കിട്ടും. ഇച്ചിരി വെള്ളം ഒഴിച്ച് നമുക്ക് നല്ല കുഴമ്പ് വരുവാക്കാം. വെച്ചു നമ്മൾ നല്ല മുളകും കാശ്മീരി മുളക് പൊടിയും എല്ലാം കൂടെ നല്ല പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിത് ഉള്ളിയൊക്കെ നല്ല വാടി വന്നിട്ടുണ്ട്, ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. കുഴമ്പ് പരുവത്തിലാക്കിയിട്ട് നമ്മൾ മസാല മൂപ്പിച്ചെടുക്കുന്നതും പൊടിയിട്ട് രണ്ട് വ്യത്യാസമുണ്ട്. നിങ്ങൾ വീട്ടിൽ ഇനിയൊന്ന് ചെയ്യുമ്പം ഇങ്ങനെ കുഴമ്പാക്കി ചെയ്യുന്നൊന്ന് പരീക്ഷിച്ച് നോക്കേണ്ടതാണ് വീട്ടിൽ. അപ്പോൾ എങ്ങനെയുണ്ട് അതിൻ്റെ വ്യത്യാസമെന്ന് നമുക്ക് മനസ്സിലാവും. മസാല നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം നമ്മൾ കുറച്ച് ഒഴിച്ച് നല്ല മസാല നല്ല ഇതാകുന്ന രീതിയിൽ ഓവർ ലൂസായി പോരുത്. ഇതിലേക്ക് കുടംപുളി നമ്മളൊരു 3 കുടംപുളി നല്ല ചെറുതാക്കി കീറി വെച്ചേക്കാണ്. കുടംപുളി ഇട്ട് കൊടുക്കുക. നമുക്കൊരു 2 തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതങ്ങ് ഇട്ട് കൊടുക്കാം.
പുളി നമ്മൾ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വേണം ഇടാൻ. പുളിയുടെ ഇത് അനുസരിച്ച് വേണം ഇടാൻ. തക്കാളി കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പൊന്ന് ക്രമീകരിച്ച് കൊടുക്കുക. മസാല നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കായൽക്കൂട്ടിനുള്ള മീനുകളെല്ലാം ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ കായൽക്കൂട്ടെന്ന് പറയുന്നത് മീൻകറിയല്ല, കായൽക്കൂട്ടെന്ന് പറയുന്നൊരു ഡിഷാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് കൊഞ്ചുണ്ട്, പള്ളത്തീയുണ്ട്, ഞണ്ടുണ്ട്. പിന്നെ ഈ മീനിൻ്റെ പേരെന്നാന്ന് എനിക്കറിയത്തില്ല. ഇതെന്നാ മീന്? കായലിൽ നിന്ന് നമ്മുടെ ഈ നടമീനിലെ വരാലിൻ്റെ സൈസ് ഒരു മീനാണ്. വേറെ പൊടിമീനൊക്കെ ഉണ്ട്. ഇത് ഇതിനെന്തോ എന്തൊക്കെയോ പേര് പറഞ്ഞത്. ഇത് എന്തുവാ? പരല് മാതിരി. നമുക്ക് എന്നാലും ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം നമ്മുടെ ചെറിയ മീനിൻ്റെയൊക്കെ അവസ്ഥ എന്താണെന്നുള്ളത്. കുഴപ്പമൊന്നുമില്ല, സെറ്റായിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമുക്ക് എന്നാലും ഒന്നാം പാൽ, നമ്മൾ തേങ്ങാപ്പാൽ ഒന്നാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. തീ അങ്ങ് ഓഫാക്കിയേക്കാം. ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞ് പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് 2-3 കരിവേപ്പിലയും ഇത്തിരി പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് മൂടി വെച്ചിട്ട് നമുക്ക് കായൽക്കൂട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വെച്ചിട്ടേ ഇതിൻ്റെ കൂടെ കഴിക്കാൻ എന്തെങ്കിലും വേണ്ടേ? അതിന് കപ്പ റെഡിയാക്കാം. ജിത്തു എടാ, കപ്പ റെഡിയാക്കാം അല്ലേ? ഇന്നലത്തെ താറാവരുടെ മണം പോയില്ലേ? ഒരു മണം. കപ്പ നല്ല ചെണ്ട പുഴുങ്ങാം കേട്ടോ. അതാകുമ്പോൾ നമ്മുടെ ആൾക്കാർക്ക് നല്ല ഇഷ്ടപ്പെടും. നല്ല ചെണ്ട കപ്പയും കായൽക്കൂട്ടും. നമുക്ക് കപ്പയൊന്ന് കഴുകിയെടുക്കാം. കപ്പ അപ്പടി മണ്ണാണ്. ചെണ്ട പൊട്ടിക്കാം. അല്ല, അടിപൊളി കപ്പയാണ് കേട്ടോ. എപ്പോൾ പെട്ടെന്ന് വേഗമായിരിക്കും. കപ്പ അങ്ങ് വേവിക്കാൻ വെക്കാം. അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഒന്ന് പരക്കെ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കുക. കപ്പ നമ്മൾ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ചില ഉപ്പിട്ട് കൊടുക്കാം. കപ്പ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. കപ്പ നമ്മൾ ഊറ്റി റെഡിയാക്കി വെച്ച് ഇനിയിപ്പം കപ്പയും മീൻകറിയുടെ കഴിക്കാം. നമുക്ക് നമ്മുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട്. എല്ലാവരും കൂടെ കപ്പയും മീൻകറി നമുക്കതൊന്ന് കഴിച്ച് നോക്കാം.
ഇത് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് വിശദമായിട്ട്. ഇത് നമ്മൾ കായൽക്കൂട്ടെന്ന് പറയുന്ന ഐറ്റമാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ കായലിൽ നിന്നത്തെ ഫ്രഷ് മീനുകൾ, പിന്നെ ഞണ്ട്, പ്രോൺസ്, പിന്നെ കായലിലെ മത്സ്യങ്ങളെല്ലാം ഉള്ള ഒരു കറിയാണ്. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ അതിന് മുന്നേ? നമുക്ക് കഴിച്ച് നോക്കാം. കപ്പയുടെ കൂടെ കഴിക്കാം. കറി എങ്ങനെ മേളിലോട്ട് ഒഴിക്കണോ? ഒഴിക്കടാ, അല്ല ഇങ്ങനെ പിടി നീ. നമ്മുടെ ചേട്ടൻ വരും, ചേട്ടന് കപ്പ കൊടുക്കണ്ടേ? അപ്പുറത്തെ കണ്ടെത്തിച്ചു കഴിക്കും. പൊടിഞ്ഞ മീനൊന്നും എടുക്കില്ല കേട്ടോ, നല്ല ഇതിലുള്ള മീനൊക്കെ. സൂപ്പർ, അടിപൊളി. ആ സ്മെല്ല് ഭയങ്കരമായിട്ട് അടിക്കുന്നില്ല. സൂപ്പർ, അടിപൊളിയായിട്ടുണ്ട്. മാത്രം പിടിക്കുക. ഒന്നും പറയാനില്ല. നമ്മുടെ ഇന്നത്തെ കപ്പയും കായൽക്കൂട്ടും നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇവർക്കെല്ലാം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.